Hi all. Today we are going to learn second chapter in Maths, Money. Fraction എല്ലാരും പഠിച്ചല്ലേ? ഫ്രാക്ഷൻ തീർന്ന് ഫ്രാക്ഷൻ എളുപ്പമല്ലായിരുന്നോ? ഓക്കെ. അപ്പം മണിയെ പറ്റി, മണി എന്താണ്? പൈസ, കാശ് അല്ലെ? അപ്പൊ മണിയെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മണി എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്രയൊക്കെ കാശുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഏതൊക്കെ മണീസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? 2000 കണ്ടിട്ടുണ്ട്. 2000 കളർ എന്താണെന്നറിയുമോ? പിങ്ക് അല്ലേ? പിന്നെ 100 ഉണ്ട്, 500 ഉണ്ട്, 10 ഉണ്ട്, 20 ഉണ്ട്, 50 ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ലെസൺ 2 മണി എന്ന് എഴുതുക, ഡേറ്റ് ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് മണീസ് എങ്ങനെ വരയ്ക്കും? റെക്ടാംഗിൾ ഷേപ്പില് മണി വരയ്ക്കുക. എന്നിട്ട് ഇപ്പം 2000 ആണെങ്കിൽ ഇവിടെ 2000 എഴുതുക. 2000 എഴുതി നിങ്ങൾക്ക് മണി ഇപ്പം അത് റുപ്പീസ് അത് ഫുള്ളായിട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? 2000 എഴുതി ആ 2000 കളർ അടിച്ചു കൊടുക്കുക. ഓക്കെ. അതുപോലെ 100, 500, 20, 10 അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? ഞാൻ എന്റെ കയ്യിൽ എല്ലാ റുപ്പീസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് നിങ്ങളെ കാണിക്കാം. ഇതെന്താണ്? 20. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? ഇത് 10 റുപ്പി. Then this one 100. ഇതിന്റെ കളർ എന്താണ്? പർപ്പിൾ കളർ. Then this one 500 അല്ലെ? 500. ഇതിന്റെ കളർ എന്താണ്? ഗ്രീൻ കളർ. അപ്പൊ എന്റെ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ഇപ്പം റുപ്പീസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ, റുപ്പീസിന്റെ കോളം വരയ്ക്കുക. റുപ്പീസിന് ഓരോ അതിന്റെ എമൗണ്ട് എഴുതുക. 2500 നമ്മുടെ കാശിന്റെ എമൗണ്ട്, ഡിജിറ്റ് മാത്രം എഴുതുക. 2000, 500, 10, 20, 50 അങ്ങനെ എഴുതിയിട്ട് അതിന്റെ കളേഴ്സ്, റുപ്പീസിന്റെ കളേഴ്സ് മാത്രം കൊടുക്കുക. ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് മണി. ഇനി ഇത് കൂടുതലായിട്ടും മണിയെ പറ്റി കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് വരുന്നത് പഴയ പോലെ തന്നെ നമ്മൾ അഡീഷൻ പഠിക്കും. പൈസയുടെ റുപ്പീസിന്റെ അഡീഷൻ, റുപ്പീസിന്റെ സബ്ട്രാക്ഷൻ ആൻഡ് ദെൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം പഴയ പോലെ തന്നെ എല്ലാ ഓപ്പറേഷൻസും ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾ പൈസ കണ്ടിട്ടുണ്ടോ? 50 പൈസയുടെ കോയിൻ കണ്ടിട്ടുണ്ടല്ലോ, 10 പൈസയുടെ കോയിൻ കണ്ടിട്ടുണ്ടല്ലോ, 5 റുപ്പി കോയിൻ കണ്ടിട്ടുണ്ടല്ലേ, 10 റുപ്പി കോയിൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ പൈസ എഴുതുന്നതെന്നറിയാം? രൂപയുടെ റുപ്പീസിന്റെ സിമ്പൽ അറിയുമോ? ഡു യു നോ ദ സിമ്പൽ ഓഫ് റുപ്പീസ്? സിംബോളിക് റെപ്രസെന്റേഷൻ അറിയോ? നമുക്ക് നോക്കാം. All of you look here. Writing rupees, ഇതാരും എഴുതണ്ട കേട്ടോ. ആൻഡ് പൈസ. റൈറ്റിംഗ് റുപ്പീസ് ആൻഡ് പൈസ. നിങ്ങൾ രൂപ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? രൂപ കണ്ടിട്ടുണ്ട്, പൈസയും കണ്ടിട്ടുണ്ട്. നമ്മള് ഒരു കൺസിഡർ 3 റുപ്പീസ്. റൈറ്റിംഗ് റുപ്പീസ് ആൻഡ് പൈസ. ഇനി നമ്മൾ എങ്ങനെ റുപ്പീസിനെ എങ്ങനെ എഴുതും? കൺസിഡർ 3 റുപ്പീസ്. ഇത് ആരും എഴുതണ്ട കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്ന, ആരും ഇതൊന്നും നോട്ട്ബുക്കിലേക്ക് എഴുതണ്ട. 3 റുപ്പീസ്. ഇതിനെങ്ങനെ എഴുതും? റുപ്പീസിന്റെ സിമ്പൽ കണ്ടിട്ടുണ്ടോ? ഇതാണ് റുപ്പീസിന്റെ സിമ്പൽ. ഇങ്ങനെയാണ്. എന്താ? ഇതാണ് റുപ്പിയുടെ സിമ്പൽ. ഇങ്ങനെയാണ് നമ്മൾ റുപ്പി എഴുതുന്നത്. അപ്പൊ 3 റുപ്പീസ് എന്നല്ല, നമ്മൾ എങ്ങനെയാ? റുപ്പി 3 ഇങ്ങനെയാണ് എഴുതുക. This means 3 rupee.
അങ്ങനെയാണെങ്കിൽ 50 rupees എങ്ങനെ എഴുതും? 50 rupees, rupees 50. ഇനി 85 rupees ആണെങ്കിലോ? rupee 85. 1000 ആണെങ്കിൽ rupee 1000. നിങ്ങള് രൂപ എടുക്കുമ്പോ അതിന്റെ റുപ്പീസ് എടുക്കുമ്പോ അതേ തന്നെ കാണാം, ഈ സിമ്പൽ കാണാം. സോ ദിസ് ഈസ് എ സിമ്പൽ ഓഫ് ടു റെപ്രസെന്റ് റുപ്പി. ഇനി അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യില് 3 rupee 50 പൈസയുണ്ട്. 3 rupee ഉണ്ട്, 50 പൈസയുണ്ട്. ഇതെങ്ങനെ എഴുതും? ഇത് റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3.50, അതായത് 3 rupee 50 പൈസ. ഇതുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ്? 3 rupee, ദിസ് ഈസ് 3 rupee and 50 പൈസ. ഇതാണ് ഡെസിമൽ പോയിന്റ്. അപ്പം ഡെസിമൽ പോയിന്റ് കഴിഞ്ഞു വരുന്നത് എന്താണ്? പൈസയാണ്. ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലുള്ളത് പൈസയും ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് എന്താണ്? റുപ്പീസ്. അപ്പം ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡ്, അതായത് ഇത് ഈ ഭാഗത്തുള്ളത് പൈസ, ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡ് ഇത് എന്താണ്? റുപ്പീസ്. മനസ്സിലായോ? അപ്പൊ 3 rupee 50 പൈസ. ഇതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? 3 rupee and 50 പൈസ. ഇനി പൈസ 10ലും കുറവാണെങ്കിൽ എങ്ങനെ എഴുതും? 3 rupees 5 പൈസ. 5 പൈസ ആണെങ്കിൽ എങ്ങനെ എഴുതും? rupee 3. 10ലും കുറവാണെങ്കിൽ നമ്മളൊരു 0 അവിടെ റെപ്രസെന്റ് ചെയ്യും. ആഫ്റ്റർ ദ ഡെസിമൽ പോയിന്റ് നമ്മൾ 0 എഴുതും, ദെൻ 5. 3.05. ഡെസിമല് കഴിഞ്ഞ് ആരും 50 എന്ന് പറയല്ല, 3.15 പറയില്ല ഒരിക്കലും. 3.50 അല്ലെങ്കിൽ 3 rupee 50 പൈസ. 3.05 അല്ലെങ്കിൽ 3 rupee 5 പൈസ. മനസ്സിലായോ? ഡെസിമൽ കഴിഞ്ഞാലും ഇങ്ങനെ 50, 45, 35 അങ്ങനെ പറയില്ല. അപ്പൊ ദിസ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് റുപ്പി. ഇത്രയും മനസ്സിലായല്ലോ. ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺവേർട്ടിംഗ് റുപ്പീസ് ഇൻറ്റു പൈസ ആൻഡ് പൈസ ഇൻറ്റു റുപ്പി. നമ്മള് റുപ്പീസ് തന്നാൽ അതിനെ പൈസയാക്കുന്നത് എങ്ങനെ, പൈസ തന്നാൽ അതിനെ റുപ്പീസ് ആക്കുന്നത് എങ്ങനെ, ഇനി അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Look here. Now we are going to study conversion of rupees and paise. നമ്മൾ റുപ്പീസ് എന്താന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. പൈസ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. 10 പൈസ കണ്ടിട്ടുണ്ട്, 50 പൈസ കണ്ടിട്ടുണ്ട്, 1 rupee കോയിൻ കണ്ടിട്ടുണ്ട്, 5 rupee കോയിൻ കണ്ടിട്ടുണ്ട്, 10 rupee കോയിനും കണ്ടിട്ടുണ്ട്. ഇനി കൺവേർട്ടിംഗ്, ഫസ്റ്റ് വൺ കൺവേർട്ടിംഗ് റുപ്പീസ് ഇൻറ്റു പൈസ. റുപ്പീസ് ഇൻറ്റു പൈസ. ഇതിന് നമ്മള് 1 രൂപ എത്ര, പൈസ 1 രൂപ എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. റുപ്പീസിനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് 1 രൂപ എത്ര പൈസയാണെന്ന് അറിഞ്ഞിരിക്കണം. 1 രൂപ എത്ര പൈസയാണ്? 1 രൂപ എന്ന് പറയുന്നത് 1 rupee. 1 rupee equal to 100 പൈസ. 100 പൈസ. 1 rupee എന്ന് പറയുന്നത് 100 പൈസ. അങ്ങനെയാണെങ്കിൽ 3 rupee എത്ര പൈസയായിരിക്കും? 3 rupee എന്ന് പറയുന്നത് എത്ര പൈസയായിരിക്കും? 1 rupee equal to 1 into 100, 100 പൈസ. 3 rupee എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 into 100, that is equal to 300 പൈസ. അങ്ങനെയാണെങ്കിൽ 50
3 റുപ്പി എത്രയായിരിക്കും? That is equal to 50 into 100. 50 into 100 എത്രയാണ്? 5000. 5000 പൈസ അല്ലേ? ഇങ്ങനെയാണ് നമ്മള് റുപ്പീസിനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി 3 റുപ്പി 50 പൈസ എത്ര പൈസയാണ്? 50 പൈസ. 3 റുപ്പി 50 പൈസ എന്ന് പറയുന്നത് 3 into 100 എത്രയാണ്? 3 into 100 equal to 300 plus 50 that is equal to 300 50 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 0 plus 0 0 0 plus 5 5 3. ഈ 300 എങ്ങനെ കിട്ടിയേ? 3 into 100. മനസ്സിലാവുന്നുണ്ടോ? 3 റുപ്പി 50 പൈസ എന്ന് പറയുന്നത് 3 റുപ്പി എത്ര? 3 into 100 പ്ലസ് 50 പൈസ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ 3 into 100 പ്ലസ് 50 എന്ന് എഴുതിയത്. അപ്പൊ എത്രയാണ്? 350 പൈസ. ഇത്രയും പൈസയാണ്. ഇനി ഇതല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട് കണ്ടുപിടിക്കാൻ. വേറൊരു മെത്തേഡ് ഉണ്ട്. 3 റുപ്പി 50 പൈസ എന്നല്ലേ? ഇതെങ്ങനെയാ? 3.50 അല്ലേ? 3.50 ആണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എഴുതിയതാ 3 റുപ്പി 50 പൈസ എങ്ങനെ എഴുതുന്നത്? റുപ്പി 3.50 ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അല്ലെ? അപ്പൊ ഇതിനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് 300. ഈ ഡോട്ട് അങ്ങ് എടുത്ത് കളയുക, ഈ റുപ്പി സിമ്പലും അങ്ങ് എടുത്ത് കളയുക. അപ്പൊ ഇവിടെ വരുമ്പോ 3 ഡോട്ടും എടുത്ത് കളയുക. 50 പൈസ. ഈ റുപ്പി സിമ്പൽ എടുത്ത് കളഞ്ഞ് എന്താക്കണം? പൈസ സിമ്പല് ലാസ്റ്റ് ഇട്ടാൽ മതി. കണ്ടോ? 350. ഇവിടെ നമുക്ക് 350 കിട്ടി. അങ്ങനെയാണെങ്കിൽ 4.85 റുപ്പി ആണെങ്കിൽ എത്രയായിരിക്കും? ഈ റുപ്പി സിമ്പൽ കളയുക, ഡോട്ടും കളയുക. 485 പൈസ. ഇനി അല്ലാത്ത രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 4 into 100 plus 85. മനസ്സിലാകുന്നുണ്ടോ? കാരണം 1 റുപ്പി 4 റുപ്പിയാണ് ഇവിടെ. 4 റുപ്പി എന്ന് പറയുന്നത് 1 റുപ്പി എന്ന് പറയുന്നത് എത്രയാണ്? 100 പൈസയാണ്. 1 റുപ്പി ഈക്വൽ ടു 100 പൈസ. ഇത് യു ഹാവ് ടു ബൈ ഹാർട്ട്. ഇത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. 1 റുപ്പി ഈക്വൽ ടു ഡാഷ് പൈസ എന്ന് ചോദിക്കും 100 പൈസ, ഓർ 100 പൈസ ഈക്വൽ ടു ഡാഷ് റുപ്പി എന്ന് ചോദിക്കും 1 റുപ്പി. അപ്പൊ നിങ്ങൾ ഇത് ഓർത്തിരിക്കുക. 1 രൂപ എന്ന് പറയുന്നത് 100 പൈസയാണ്, 100 പൈസയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 റുപ്പീസ് 4 രൂപ. 1 രൂപ 100 പൈസയാണെങ്കിൽ 4 രൂപ എത്ര പൈസയായിരിക്കും? അപ്പൊ മനസ്സിലായോ? 400. 400ന്റെ കൂടെ ഒരു 85 പൈസയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 485. അപ്പൊ മനസ്സിലായോ? ദെൻ അങ്ങനെയാണെങ്കിൽ 3 റുപ്പി 50 പൈസ, 3 രൂപ 50 പൈസ. 3 രൂപ എന്ന് പറയുന്നത് എത്ര പൈസയാണ്? 3 രൂപ എന്ന് പറയുന്നത് 1 രൂപ 100 പൈസയാണെങ്കിൽ 3 രൂപ എത്ര പൈസയാണ്? 3 രൂപ 1 റുപ്പി 1 രൂപ എന്ന് പറയുന്നത് 100 പൈസ. 3 രൂപ എത്ര പൈസയാണ്? 3 രൂപ ഈക്വൽ ടു 300 പൈസ അല്ലെ? 1 രൂപ 100 പൈസയാണെങ്കിൽ 3 രൂപ 3 പ്രാവശ്യം 100 കൂട്ടുക, 300 പൈസ. ഇപ്പൊ മനസ്സിലാവുന്നില്ലേ? അല്ലെങ്കിൽ ഒരു ഏറ്റവും എളുപ്പം മെത്തേഡ് എന്ന് പറയുന്ന റുപ്പീസ് തരും. റുപ്പീസ് 3.50 എന്ന് പറയുമ്പം നിങ്ങൾ ഈ ഡോട്ട് എടുത്ത് കളയുക, ഈ റുപ്പി സിമ്പലും എടുത്ത് കളയുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും. എന്നിട്ട് പി ഏറ്റവും ലാസ്റ്റ് ചേർക്ക്. ഇതൊരു എക്സസൈസ് സി, കൺവേർട്ട് ഇൻറ്റു പൈസ. ഫസ്റ്റ് വൺ നോക്കി, റുപ്പീസ് 9.00. ഇതിനെ പൈസ ആക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ഇതിനെ 9 into 100 ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്? ഈ ഡോട്ട് അങ്ങ് മാറ്റിക്കളയുക. എന്നിട്ട്
ഈ റുപ്പീസിന്റെ സിമ്പലും മാറ്റുക, ഡോട്ടും മാറ്റുക, ലാസ്റ്റ് പി ഇടുക. 900 പൈസ. മനസ്സിലായില്ലേ? ഇവിടെ ഡോട്ട് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോ എന്താണ്, ഈ ഡോട്ട് മാറ്റുക, റുപ്പിയുടെ സിമ്പലും മാറ്റുക, ഇപ്പുറത്ത് പി ഇടുക. 21 റുപ്പി 90 പൈസ എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഡോട്ട് മാറ്റുക, റുപ്പി മാറ്റുക. 2000 ഈ ഡോട്ട് മാറ്റുക, റുപ്പീസിന്റെ സിമ്പലും മാറ്റുക. അല്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റു 100 ചെയ്യുക. 100 ഇൻറ്റു 100 ചെയ്യുമ്പോ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലായിട്ട് ഈ സിമ്പൽ, ഈ ഡോട്ട് അങ്ങ് മാറും. 2190 പൈസ. അല്ലെങ്കിൽ ഇത് എത്രയാണോ അത് അങ്ങോട്ട് എഴുതുക, ഡോട്ട് ഇല്ലാതെ അങ്ങ് എഴുതി വെക്കുക. ഓക്കെ. ഇനി തേർഡ് വൺ റുപ്പീസ് 13.30 ഈക്വൽ ടു എങ്ങനെയാണ്? 1330 പൈസ. ഫോർത്ത് വൺ റുപ്പീസ് 7.05 ഈക്വൽ ടു ഇതെന്താ, എങ്ങനെയാണ്? ഡോട്ട് മാറ്റുക. 705 പൈസ. ബാക്കി നിങ്ങൾക്ക് ചെയ്യാമല്ലോ അല്ലെ? ഫിഫ്ത് വൺ 14.25 റുപ്പി 1425 പൈസ. വളരെ എളുപ്പമാണ്. ആ ഡോട്ട് മാറ്റുക, ലാസ്റ്റ് പി ഇടുക.